ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായിട്ട് ഈ ചുവന്ന് തുടുത്തിരിക്കുന്ന രസം അങ്ങ് തയ്യാറാക്കിയാലോ? അപ്പം എങ്ങനെ തുടങ്ങാല്ലേ? സോ നമ്മുടെ രസം ഇന്ന് തയ്യാറാക്കാൻ ആദ്യം വേണ്ടത് ഇത്ര കട്ട പുളി എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. പുളി കാണുമ്പോഴേ വയൽ വെള്ളം ഇടുന്നു. നമ്മുടെ പുളിക്കുട്ടൻ വെള്ളത്തിൽ കിടന്നങ്ങോട്ട് കുതിർന്ന് വരട്ടെ. അപ്പം നമുക്ക് ബാക്കി ഐറ്റംസ് തയ്യാറാക്കാം. ആദ്യം വേണ്ടത് കുറച്ച് കുരുമുളകാണേ. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന റോ കുരുമുളക് ഇതുപോലെ ഇടികല്ലിലോട്ടിട്ട് ഇടിച്ചിടിച്ചിടിച്ചിതാ ഇതേ പരുവത്തിലാക്കി എടുക്കാം. അതേ ഇടികല്ലിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മുടെ രസം കളർഫുള്ളാക്കാൻ അതിലേക്ക് വേണ്ട ആൾക്കാരെ ഓരോരുത്തരെ പരിചയപ്പെട്ടാലോ? നമ്മൾ ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, പിന്നീട് 2 പച്ചമുളക്, തക്കാളി, കുഞ്ഞുള്ളി, പിന്നീട് നമ്മൾ വെളുത്തുള്ളി ചതച്ചത്. ഇത്ര ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ ചുവന്ന തുടുത്ത രസത്തെ തയ്യാറാക്കാൻ വേണ്ടത്. പിന്നീട് വേണ്ടത് നമ്മൾ ആദ്യമേ വെള്ളത്തിലിട്ട് വെച്ച നമ്മളെ പുളിക്കുട്ടൻ ഇഞ്ചി ചാറെടുത്ത് ഇതേപോലെ പിഴിഞ്ഞ് സെറ്റാക്കി അരിച്ചു വെച്ചിട്ടുണ്ടേ. ഓക്കെ, ഇനി നമ്മുടെ കലാപരിപാടി അങ്ങോട്ട് ആരംഭിക്കാന്നേ. ഒരു ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് ഇതേപോലെ അങ്ങോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണ നന്നായിട്ട് അങ്ങോട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ചൂടായോ എന്നറിയാൻ വേണ്ടി കുറച്ച് കടുകിട്ട് കൊടുക്കാം. എണ്ണ കിടന്ന് നമ്മുടെ കടുകെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ആളിച്ചിരി ദേഷ്യത്തിലാന്ന് തോന്നുന്നുണ്ടെന്നേ. ഇനി അതങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി അടുത്തതായി അതിലേക്ക് വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി കേട്ടോ. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇനി അങ്ങോട്ട് വഴണ്ട് വരട്ടെ 2 പേരും. അപ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇനി അങ്ങോട്ട് കൈ എടുക്കാതെ വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, ചുമന്ന മുളക്, 2 പീസ് അങ്ങോട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കാം. നമ്മൾ ഇടികല്ലിൽ ആദ്യം ഇടിച്ച് ചതച്ച നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് വഴറ്റൽ. ഇനി എല്ലാവരെയും കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി ഇനി പൊടി ഐറ്റംസായ മഞ്ഞപ്പൊടിയും പിന്നീട് കുറച്ച് മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് അവരെയും കൂടെ ഇതിലേക്കിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നല്ല പോലെ വഴറ്റി സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത എല്ലാ ഐറ്റംസും പൊടി ഐറ്റം എല്ലാം ഒന്ന് നന്നായി വഴണ്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പുളിവെള്ളമാണേ. പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട വെള്ളം ഇതേപോലെ നമ്മൾ പുളിക്ക് അനുസരിച്ച്, പുളി എടുക്കുമ്പോൾ പുളിയുടെ അനുസരിച്ചായിട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്തു. പുളി അനുസരിച്ചാണ് ഉപ്പും ചേർത്ത് കൊടുത്തത് കേട്ടോ. കാരണം ചില പുളിക്ക് നല്ല പുളിയായിരിക്കും, ചില പുളിക്ക് പുളി കുറവായിരിക്കും. മൊത്തത്തിലേ ഒരു പുളിയായിപ്പോയല്ലേ. അപ്പം അതെല്ലാം ഒന്നും കൂടി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇനി നന്നായിട്ട് നമ്മുടെ രസം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. സൂപ്പർ അല്ലേ തിളയ്ക്കുന്ന കാണാൻ തന്നെ. ഈ വെട്ടി തിളച്ച് നിൽക്കുന്ന രസത്തിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടെ ആണേ. ആ 2 ഐറ്റംസും കൂടെ ചേർത്തിട്ട് നമ്മുടെ രസത്തിന് ഇതേപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി തീ കുറച്ചിട്ടിട്ട് ഈ രസം ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. നമ്മുടെ രസം റെഡിയായി കേട്ടോ. ചുവന്ന നമ്മുടെ ഓണ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആണെന്നേ. ഈ രസത്തിന്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ. പുതുപുത്തൻ റെസിപ്പീസുമായി വീണ്ടും കാണാം കൂട്ടുകാരെ. ലവ് യു ഓൾ. ബൈ ബൈ.